കൊട്ടിയം മയ്യനാട് റൂട്ടിൽ ഗവൺമെന്റ് ട്രാൻസിസ്റ്റ് ഹോമിന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിൽ വയോധികനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊട്ടിയം തെക്കേ തട്ടാരുവിള വീട്ടിൽ 65 വയസ്സുള്ള ബാബുവിൻ്റെ മൃതദേഹമാണ് ശരീരം മുഴുവൻ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്തെ പത്രവിതരണക്കാരനായ ബാബു ബൈക്കിൻ്റെ താക്കോൽ കാണാനില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. വീട്ടുകാർ തിരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ രാത്രി കണ്ടെത്താനായില്ല. ബാങ്കിൽ പത്രം ലഭിക്കാത്തതിനെ തുടർന്ന് ഇവിടെ നിന്നും വിളിക്കുകയും ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് 12 ബാബുവിൻ്റെ ഭാര്യ പത്രവുമായി ബാങ്കിലേക്ക് പോകുന്ന വഴിയിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് കൊട്ടിയം SHO സുനിൽ സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും. നിവിൻ ബാബു, നിബി ബാബു എന്നിവർ മക്കളാണ്. രണ്ടുപേരും കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിലെ നഴ്സുമാരാണ്. പിന്നെ സ്കൂട്ടറിന്റെ താക്കോല് കളഞ്ഞുപോയി കഴിഞ്ഞ് ഇവിടെ വന്ന് താക്കോല് ചോദിച്ചു. ഞാൻ പറഞ്ഞു താക്കോലില്ലെന്ന് പറഞ്ഞു. ഞാൻ അണ്ണൻ പത്രം ഇടുന്ന പൈസ മേടിക്കാൻ പോയ വീട്ടിൽ ചെന്ന് നോക്കുക, അവിടെ എവിടെയെങ്കിലും വീണതായിരിക്കും. അന്നേരം പറഞ്ഞ് പിന്നെ അവിടെ എങ്ങും ഇല്ല താക്കോല്. ഞാൻ പറഞ്ഞു അണ്ണ ഒന്നും കൂടെ പോയി ചോദിക്കും. അന്നേരം കൊച്ചുങ്ങളിരിക്കുക മക്കളിരിക്കുക പറഞ്ഞിട്ടാ താക്കോലുണ്ടെങ്കിൽ ഇനി മേടിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞു മോനെ താക്കോലില്ല, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തരുത്തില്ലേ, താക്കോലില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയത്. ഇന്നത്തെ ഒരു വിവരവും പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ പേപ്പറും കൊണ്ട് കൊടുത്ത് അമ്മച്ചി ഞാൻ അവിടെ എല്ലാം നോക്കിക്കൊണ്ടുവരാം. ഞാൻ ഇവിടുന്നില്ല, താഴെ വരെ പോയി യൂണിയൻ ബാങ്ക് കഴിഞ്ഞിട്ട് താഴെ ചെന്ന് അവിടെ എല്ലാം നോക്കിയിട്ട് വന്നിട്ട് ചെറുകുളത്താൻ്റെ വൈദ്യശാല വരെ നോക്കി റോഡ് ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നടന്നു വന്നപ്പോഴത്തെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ അയ്യത്ത് ഇവിടെ ഈ പുരയിടത്തിൽ തന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ എന്തുവാ കിടക്കുന്നതെന്ന്, നമ്മൾ സാധാരണ നിറച്ച് കാടാണ് അവിടെ, എന്തോ കിടക്കുന്നെന്ന് ഇങ്ങനെ ഞാനൊന്ന് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്തോ ഒരു കയ്യെ ഞാൻ കണ്ടോളൂ. ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു അമ്മച്ചി ആ പുരയിടത്തിൽ എന്തോ കിടക്കുന്ന എന്തോ ആണെന്നറിയാൻ വയ്യ, ഈ അണ്ണനെയും കാണുന്നില്ലല്ലേ. ഞാൻ അപ്പോഴേ മോനെ വിളിച്ചു പറഞ്ഞു. ഞാൻ മോൻ വന്നു. അപ്പോഴും മോൻ അവിടുന്ന് സാറുമൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ ആരാണെന്ന് നോക്കാം, നമുക്ക് ആളറിയാതെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, ആളാ. അങ്ങനെ പിന്നെ അവർ ആ ഡോക്ടറുമായിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഒരു